നമ്മൾ ഹൈദരാബാദ് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഹൈദരാബാദ് വന്നിട്ട് 2-3 തവണ ഞാൻ ചാർമിനാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചാർമിനാർ പോകുന്നത് കുറച്ച് പ്ലാനൊക്കെ ആയിട്ടാണ്. ഇവിടെ പ്ലാൻ വരുന്നത് 1 ഹൈദരാബാദ് ബിരിയാണി, 2 ഇറാനി ചായ ആൻഡ് ബൺ മസ്ക, 3 ഷോപ്പിംഗ്. അപ്പോൾ നമുക്ക് പോയാലോ? ഭയങ്കര വിശപ്പ് കാരണം ഞങ്ങളിപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും വലിപ്പമുണ്ട് ഒരു കേക്ക്. രാവിലെ ഉപ്പുമാവ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. സോ നമ്മൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ മെട്രോ ഇറങ്ങി. ഇവിടെ ഓട്ടോറിക്ഷക്കാരെങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടിട്ട് ചാർമിനാർ എന്ന് പറഞ്ഞിട്ട് 20 രൂപ 30 രൂപ ഞങ്ങളിങ്ങനെ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ടിട്ട് ചാർമിനാർ പോണ പോലെ ഉണ്ടോ? ഹായ്, നല്ല മഞ്ഞപ്പൂ. നമ്മളിപ്പോൾ ഒരു ഊബറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് നല്ല വിശക്കുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഫുഡ് ആതിര. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പോണത്. ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കാൻ പോകുന്നത്. യെസ്, അപ്പൊ നമ്മൾ നയാബിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നയാബിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഹൈദരാബാദി ബിരിയാണി ആവും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നയാബ് എത്തിയിട്ട് കാണാം. ഇവിടെ ഹൈദരാബാദ് ഫേമസ് റെസ്റ്റോറൻറ്റ് ദ ലെഗസി ഓഫ് 25 years പിസ്ത ഹൗസ്. അടിപൊളി കോലാപ്പൂരി ചപ്പൽസ് കിട്ടും. നമ്മുടെ പ്ലാൻ സഡൻ ആയിട്ട് ചേഞ്ച് ആയി. നമ്മൾ നയാബ് മാറ്റി ഷതാബിലേക്കാണ് ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണത്. പിന്നെ ഞങ്ങള് സ്ഥലം മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ നയാബിലേക്കാണ് പോണത്. കാരണം ഷതാബ് ഇസ് നോട്ട് ദാറ്റ് ക്ലീൻ. പിന്നെ ഞങ്ങളൊരു അങ്ങനെയല്ല, സത്യം ഞങ്ങൾ പറഞ്ഞത് അത്ര ക്ലീൻ അല്ല. ഞങ്ങൾക്ക് എന്തോ ബാത്റൂമും മോറിയ സ്മെല്ലില്ലേ, അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബിരിയാണി നമ്മളൊരു ഷതാബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബിരിയാണിയുടെ സ്മെല്ലാണ്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് ബാത്റൂമിന്റെ പെനോളിന്റെ സ്മെല്ലാണ്. സോ വി തോട്ട് വി ക്യാൻ ഗോ ടു നയാബ്. നമ്മൾ നയാബ് എത്തിയിട്ടുണ്ട്. അറ്റ്ലാസ്റ്റ് ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് നയാബിൽ വരുന്നത്. സോ നമ്മൾ ബിരിയാണിയാണ് എന്തായാലും കഴിക്കാൻ വിടുന്നത് അല്ലേ. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ആൻഡ് അപ്പോളോ ചിക്കൻ. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതെന്തായിരുന്നു ഇതിന്റെ പേരെന്തായിരുന്നു? തൽവാ ചിക്കൻ. അപ്പൊ എല്ലാരും പ്ലേറ്റിക്ക് എടുത്തിട്ടു. ഇതിനാണോ 100 രൂപ കൊടുത്തത്? ഗൈസ്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയില്ലേ, അത് നമ്മളൊരു ചിക്കൻ എടുത്ത് പ്ലേറ്റിൽ ഇട്ട് കഴിക്കുന്നു. അതിന്റെ പേരാണ് എന്താണ്? തൽവാർ ചിക്കൻ. ദാറ്റ് ഈസ് നമ്മുടെ നാട്ടിലുള്ള ചട്ടിക്കറി ചട്ടിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി, ഇവിടുത്തെ തൽവാർ ചിക്കൻ. അപ്പുറത്തെ മേശയിലിരിക്കുന്ന ആൾക്കാർ തിന്നുന്നത് കണ്ടിട്ട് എനിക്ക് ബട്ടറിനെ തിന്ന് പൂർത്തിയായി. ഇപ്പം ഞങ്ങൾ ഒരു ബട്ടർ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് 4 പേർ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഓർഡർ ചെയ്ത ഒരാൾക്ക് 2 ബട്ടർ നാൻ. കട്ട് ചെയ്തോളൂ. ഈ കട്ട് ചെയ്യും. ബട്ടർ നാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളർ ബിരിയാണിയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ്. ഇപ്പം നമ്മൾ നയാബിന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ചാർമിനാർ കുറച്ച് നടക്കാനുണ്ട് നയാബിന്ന്.
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കണ വഴിക്ക് കുറേ ഷോപ്പ് ഉണ്ട്, ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊന്നും വാങ്ങണില്ല, ചാർമിനാറിൻ്റെ അവിടെ എത്തിയിട്ട് വാങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാ ഇവിടെ മൊത്തം ഇങ്ങനത്തെ ഷോപ്സ് ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് ചാർമിനാർ കാണാനായി. നമുക്കിപ്പോൾ ചാർമിനാർ കാണാൻ വേണ്ടി പറ്റും, ഞാൻ കാണിച്ചു തരാം. ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. റോഡ് മൊത്തം വണ്ടിയുണ്ട്, ആൾക്കാരുണ്ട്, അങ്ങനെയാണ് തിരക്കുള്ളത്. ഭയങ്കര വെയിലുമാണ്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ചാർമിനാറിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത്. ഇത്രയും തിരക്ക് ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഭയങ്കര തിരക്ക്. സൺഡേ ഞാൻ ഇങ്ങനെ ഈവനിങ്ങല്ലേ വരാറുള്ളൂ. ഭയങ്കര തിരക്ക്. ഇപ്പൊ ഞങ്ങള് ചാർമിനാറിലുള്ള മക്ക മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിവിടെ കയറുമ്പോൾ തന്നെ എല്ലാവർക്കും ഷാളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഞാനും മാച്ചിങ് ആയിട്ടുള്ള ഷാളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്കിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുന്ന് മുമ്പ് ഷാളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു മതപരമായിട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ നമുക്ക് ഷാളൊക്കെ കിട്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എൻ്റെ ഉമ്മ അത് കണ്ടതിന് ഭയങ്കര ഹാപ്പി ആട്ടോ. അയച്ചെടുക്കട്ടെ വീഡിയോ. നമ്മളെ മക്ക മസ്ജിദിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട് 2 ആൾക്കാരെത്തിയിട്ടുണ്ട്. റൈമിന്റെ ബാക്കിലൂടെ വരുന്നു ഗൗതം. ഹായ്. അപ്പൊ നമ്മൾ മക്ക മസ്ജിദിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ നല്ല ഇങ്ങനെ ഓലോക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൻ്റെ ഒരു കുളമല്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നല്ല പ്രാവൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. നല്ല നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇറ്റ്സ് നിമ്ര കഫേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിമ്ര കഫേയുടെ മുന്നിലാണ്. ഞാൻ നിമ്ര കഫേ നിങ്ങൾക്ക് കാണിച്ചു തരാം. തിരക്കാണ് ഇവിടെ. ഇവിടുന്ന് ഒരു ചായ കിട്ടണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും എന്തായാലും. ഇതുപോലത്തെ ടോക്കനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കോഫി കൊണ്ട് പോവുകയാണ്. അല്ല സോറി, ചായ. ഉള്ളത് നിമ്ര കഫേയിലാണ്. കാണിച്ചെടുക്ക്. നമുക്ക് ബൺ മസ്ക് ട്രൈ ചെയ്താലോ? മാത്രമൊന്നുമില്ല, നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങൂല ക്രീം, അത്രേ ഉള്ളൂ. മറ്റേ ചായക്കപ്പളോ എല്ലാവരും ഉണ്ടാക്കും. അത് വേണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ നിമ്ര കഫേയിൽ നിന്നും ചായയും ബൺമസ്കും കഴിച്ചിരിക്കുന്നു. ഞാൻ കുറേ കാലം വീഡിയോയിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി മുട്ടി നിന്ന സാധനമാണ് ഈ ഇറാനി ചായയും ബൺമസ്കും. പക്ഷെ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമായില്ല. ഞാനാകെ ക്ഷീണിച്ചോണ്ടാണോ എന്നറിയില്ല, അതോ ഇനി ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. രണ്ടും തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഫോണൊക്കെ തട്ടിപറിച്ച് കൊണ്ടേണ്ടോ. റഫ ടി അടിച്ചിട്ട് എങ്ങനെയുണ്ട് വേദന? എവിടെ ടി അടിച്ച്? ടി എവിടെ അടിക്കല്? ടി എന്തൊക്കെ അടിക്കുള്ളൂ?
അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രണ്ട് ഗൗതം ആൻഡ് ഖദീജ, ഖദീജയുടെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. നമ്മളെ കാണാൻ വേണ്ടി ചാർമിനാർ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളോട് ബായ് പറഞ്ഞു പോകാൻ വേണ്ടി പോവാണ്. ഇവരെ കണ്ടില്ല, ഒരു നമ്മൾ റീൽസിലെ കാണൂലേ ഈ ചുട്ടുമണി, എന്റെ ചുട്ടുമണി എന്തിനാ എന്നോട് പിണങ്ങി, ആ ഒരു ലുക്ക് ചുട്ടുമണി സെയിം ബായ് 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 ഖദീജ. ഞാനിപ്പോൾ ഒരു മൂക്കുത്തി വാങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെയോ വേണ്ടി ഞാനിത് കയറ്റി, പക്ഷെ ഇത് അറക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ഓവറായിട്ടുണ്ട് അല്ലേ. ഇതെങ്ങനെ ഇതിന്റെ മൂക്കിൽ ഇതാക്കുക. നമ്മളിപ്പോൾ കുറച്ച് വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടി പോവാണ് ചാർമിനാറിന്റെ ഇവിടുത്തെ. ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് 2026 ബെസ്റ്റ് ഡിസിഷൻ അല്ലേ. എന്താണ് എന്താണടി? അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിങ്ങിന്റെ അത് കാണിച്ചു കൊടുക്കൂ. 1 2 പിന്നെ എന്റെ ബാഗിൽ നിറച്ചുണ്ട്, അത് 3. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ചു. അപ്പൊ നമ്മൾ എന്ത് കുടിക്കാൻ തീരുമാനിച്ചു? കോക്കനട്ട് വാട്ടർ, ഇളനീര് കുടിക്കാണ്. സോറി, ടെൻഡർ കോക്കനട്ട്. ഇത്രയും ചെറിയ സ്ട്രോ വെച്ചിട്ട് വലിച്ച് കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത്ര ഇളനീരായിട്ടില്ല അല്ലേ. തേങ്ങയാണ് ഇളനീരല്ല. ഇളനീരായിട്ടില്ല, അതിന് മുന്നേ തേങ്ങയായോ? ഞങ്ങളിവിടെ മാങ്ങ കണ്ടു. അപ്പോഴേക്ക് മാങ്ങ തിന്നാൻ വേണ്ടി കുട്ടിയായിട്ട് ഞങ്ങളിവിടെ മാങ്ങ വാങ്ങാൻ നിൽക്കുകയാണ്. 1 കിലോന് 150 രൂപയാണ് അവര് പറയണത്. ആതിര ഇപ്പോൾ നമ്മളിപ്പോഴാണ് റൂമിലെത്തിയത്. സമയം ഇപ്പം എത്ര 8:30 ആയിട്ടോ. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, തലയൊക്കെ വേദനിക്കുന്നുണ്ട്. ഇനി ഒന്ന് കുളിച്ച് ഫുഡ് കഴിക്കണം. ഇന്നിവിടെ ചപ്പാത്തി ചിക്കൻ കറിയാണ്, അപ്പോൾ അതൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്ന് ചാർമിനാർ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച 3 കാര്യങ്ങൾ നടന്നു. ഒന്ന് ഷോപ്പിംഗ്, പിന്നെ ബിരിയാണി കഴിക്കുക, ഹൈദരാബാദി ബിരിയാണി, ആൻഡ് മൂന്നാമത്തത് നിംറ കഫേ, ദാറ്റ് വാസ് ഫ്ലോപ്പ്.